+2 ബയോളജി ചാപ്റ്റർ 1 ഞാനൊരു മൂവിയാക്കി മാറ്റി. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് റിവിഷൻ ഇല്ലാതെ തന്നെ ഒരിക്കലും മറക്കാത്ത പോലെ ഒരു ലവ് ത്രില്ലർ മൂവിയാക്കിയിട്ടുണ്ട്. എൻജോയ്. ചേട്ടനും അനിയനും റാണിയുടെ കോട്ട ഉള്ളറയിലെത്തി. സ്വന്തം ചേട്ടൻ തന്നെ അവനെ ചതിച്ച് കൊന്നു തിന്നും. അവൾക്ക് വേണ്ടി ട്യൂബിലേക്ക് പോകാൻ വേണ്ടി ഒരു കാവൽക്കാരനെ കൊണ്ടുണ്ടാവുന്നു. ചേട്ടനും അനിയനും രണ്ടുപേരും അകത്തോട്ട് പോയി. രണ്ടുപേർക്കും അറിയായിരുന്നു എന്താ നടക്കാൻ പോകുന്നതെന്ന്. ചേട്ടൻ റാണിയുടെ കൂടെ ചേരുന്നു. അവരുടെ കുഞ്ഞ് സൈഗോട്ട്. അനിയൻ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ റാണിയുടെ അനിയത്തിമാർക്ക് ഇവനോട് ഇഷ്ടം. അവർ 3 പേരും ഒരുമിച്ചു. കുഞ്ഞുണ്ടായി. പക്ഷെ ഈ കുഞ്ഞിനെ അവൻ്റെ ചേട്ടൻ്റെ കുഞ്ഞ് ജീവനോടെ തിന്നും. അങ്ങനെ ചേട്ടൻ്റെ കുഞ്ഞാണ് അടുത്ത രാജാവ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇവരെങ്ങനെയാണ് ഇത്രയും വലിയ ഹൈ സെക്യൂരിറ്റി കോട്ട താണ്ടി റാണിക്ക് വേണ്ടി വന്നത്? ഇവരുടെ ലക്ഷക്കണക്കിന് കൂട്ടുകാരും അയൽക്കാരും ഇതേ റാണിക്ക് വേണ്ടി ചത്തൊടുങ്ങിയപ്പോൾ റാണിക്ക് ഇവനെ മാത്രം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഇതാണ് റാണിയുടെ അതിവിശാല കോട്ട. ആരും കടക്കാൻ കഴിയാത്തത്. റാണിയുടെ അടുത്ത് പോകണമെങ്കിൽ ഇതാണ് പ്ലാൻ. ഇതാണ് മുഴുവൻ കോട്ട. ഇതാണ് റാണിയുടെ അറ. ഇതാണ് റാണി. റാണിക്ക് 4 ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണുള്ളത്. 3 പേര് മരിച്ചു. ഒറ്റ ടെസ്റ്റ് ട്യൂബ് ശിശു മാത്രം ജീവിച്ചു. ഇത് നിങ്ങളുടെ സാധാരണ ടെസ്റ്റ് ട്യൂബ് അല്ല. കാവൽക്കാർ 2 പേരുണ്ട് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് അവളെ കാക്കാൻ. റാണി അവരുടെ നടുക്ക് ഫ്രണ്ടിലുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് തന്നെ 2 അനീതിമാർ അവളുടെ പുറകിൽ നിൽപ്പുണ്ട്. 2 ചേട്ടനന്മാരും അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. സ്പേസ് ഷിപ്പ് ലോഞ്ചായി അവരുടെ ഗ്രഹത്തിൽ നിന്നും. 2 പേരും കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ റാണിയുടെ കോട്ടയുടെ മെയിൻ എൻട്രൻസിൽ സ്പേസ് ഷിപ്പ് ഇറക്കി. ഒട്ടിപ്പിടിക്കുന്ന ചതുപ്പ് കൂമ്പാരമാണ് അവിടെ. അവനെ അകത്ത് വിട്ടില്ല. ഇപ്പോൾ വരെ ഭാഷയുടെ പ്രശ്നമായിരുന്നു അവിടെ. അതിനുവേണ്ടി അവൻ ആ ബട്ടൺ ഞെക്കി. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ സ്പേസ് ഷിപ്പ് പുറത്തു വിട്ടു. റാണിക്കെല്ലാം മനസ്സിലായി. റാണിയുടെ ഓക്കെ കിട്ടി. എന്നിട്ടും അവർക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇത്രയും വലിയ നീളമുള്ള കുഴലിലൂടെ പോകാൻ അവരുടെ അവസാന ആയുധം രക്ഷ അവർ കൈവിട്ടു. ഇനി ഒരു തിരിച്ചു വരവില്ലെന്ന് 2 പേർക്കും അറിയാം. സ്റ്റൈലിൽ കൂടെ ഓവറയിലെത്തി. മെയിൻ കോട്ട ഭാഗം. ഇതുവരെ ഒന്നിച്ചിരുന്ന് അവർക്ക് പിരിഞ്ഞേ പറ്റൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ചേട്ടൻ്റെ കുഞ്ഞ് വളരാൻ തുടങ്ങി. ഓവ്യൂള് സീഡായി മാറും. ഇൻടെഗുമെന്റ്സ് സീഡ് കോട്ടായി മാറും. പക്ഷേ ചിലരുണ്ട്, എവിടെയും ചേരാത്തവര്, പോരാളികൾ, അത്ഭുതങ്ങൾ.